നമസ്കാരം. മൊബൈലിൽ എങ്ങനെയാണ് ഗ്രിഡ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോവാം. എന്നിട്ട് ഗ്രിഡ് മേക്കർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതുപോലെ കാണാനായിട്ട് കഴിയും. ഞാനിപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് കഴിയും. സെലക്ട് പിക്ചർ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഗ്യാലറിയിലേക്ക് പോകും. ഇനി അവിടെ നിന്ന് നമുക്ക് വേണ്ട ഒരു ചിത്രം എടുത്ത് ഗ്രിഡ് ഇട്ട് കാണിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. കണ്ടല്ലോ, ഈ ഒരു പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ച് തന്നെ ഓട്ടോമാറ്റിക്കലി ഗ്രിഡ് വരും. കണ്ടില്ലേ, അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അതിനനുസരിച്ച് നമുക്ക് ഗ്രിഡ് കിട്ടും. ഇനി സ്ക്വയർ ഗ്രിഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അതിൻ്റെ കോട്ടയുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ അതിൻ്റെ റോസും കോളംസും നമുക്ക് സൈസ് അനുസരിച്ച് ക്രമീകരിക്കാം. അതേപോലെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. താഴെ കാണുന്ന ഓരോ ഓപ്ഷൻസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അതിൽ ഡയഗണൽ ഓപ്ഷൻ കാണുന്നുണ്ട്. ആ ഡയഗണൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്രിഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇതായിരിക്കും ബിഗിനേഴ്സിന് കുറച്ചുകൂടി എളുപ്പം. ഗ്രിഡിൻ്റെ കളറ് മാറ്റാനുള്ള ഓപ്ഷനും താഴെ അവൈലബിൾ ആണ്. ഈ താഴെ കാണുന്ന ഓരോ ബട്ടൺസും ഐക്കൺസും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അത് നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് കഴിയും. ഇനി ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നോക്കാം. അവിടെ സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ സെലക്ട് നമ്മളുടെ ഫോൾഡർ സെലക്ട് ചെയ്യാം ഗ്യാലറിയിലെ. കണ്ടില്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്യാലറിയിലേക്ക് വരും. ഒരു ആഡ് കണ്ടതിന് ശേഷം നമ്മൾ ഗ്രിഡ് ഇട്ട ഈ ഒരു പിക്ക് നമ്മളുടെ ഗ്യാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഗ്യാലറി ഓപ്പൺ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തയ്യാറാക്കിയ ഗ്രിഡ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക.